ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ജോബ് അലേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരള പി എസ് സി പുതിയതായിട്ട് ഗസറ്റ് നമ്പർ 1611 ഗസറ്റ് ഡേറ്റ് 16/11/2020 പുതിയ ഒരു വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കേരള പി എസ് സിയുടെ ഫയർ വുമൺ ട്രെയിനി തസ്തികയിലേക്കാണ് ഇപ്പം അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം വനിതകൾക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. സോ അവർക്കൊരു സുവർണ അവസരം തന്നെ എന്ന് പറയാം. കാറ്റഗറി നമ്പർ 245/220. കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക, 245/220. ഓൾറെഡി കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ ക്വാളിഫൈഡ് ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. സോ നിങ്ങൾ അതിന് പ്രൊഫൈലിൽ കയറി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. കേരള പി സിയുടെ ഫയർ ആൻഡ് സേഫ്റ്റി വിങ്ങിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 23/12/2020 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. +2 ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് യൂണിഫോം പോസ്റ്റിന് അറിയാലോ, റിട്ടേൺ ടെസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഫിസിക്കലും ഉണ്ടാവും. ഫിസിക്കലിന് അവരൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് 152 സെന്റിമീറ്റർ എങ്കിലും മിനിമം വേണം. അങ്ങനെയുള്ളവർക്കാണ് അവർ ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുക. നിങ്ങൾ റിട്ടേൺ എഴുതിയാലും ഫിസിക്കല് കൂടി റിട്ടേൺ പാസ്സായാലും ഫിസിക്കല് കൂടി നോക്കിയിട്ടായിരിക്കും അവർ യൂണിഫോം പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുക. 152 സെന്റിമീറ്റർ വരെ ഉള്ളവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. SC STക്ക് ചെറിയൊരു ഇളവുണ്ട്. 150 സെന്റിമീറ്റർ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ സ്വിമ്മിങ് അറിയണം എന്നൊരു വ്യവസ്ഥ കൂടി ഇതിനകത്ത് നോട്ടിഫിക്കേഷനിൽ PSC സൈറ്റിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വിമ്മിങ് അറിയണം, കാരണം ഫയർ ആൻഡ് സേഫ്റ്റി വിങ്ങിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സോ കുറച്ച് സ്വിമ്മിങ് അറിയുന്ന ഹൈറ്റ് 152 സെന്റിമീറ്ററിന് മുകളിലേക്കുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, 245/220. 245/220 ആണ്. വനിതകൾക്ക് മാത്രമുള്ള അവസരമാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് സൈറ്റിൽ കയറുക. വേക്കൻസിയുടെ ലിസ്റ്റ് ഒക്കെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ എപ്പോഴും സ്വന്തം ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ ഇപ്പം നിങ്ങൾ വേക്കൻസി കൂടുതലുള്ളിടത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവിടെ ട്രാഫിക് കൂടുകയും അവിടെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെ നേരിടേണ്ടി വരും. അതിലും ബെറ്റർ നമ്മുടെ നാട്ടിൽ തന്നെ വെച്ച് അവിടെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കാറ്റഗറി നമ്പർ 245/220. സോ താങ്ക് യു. താല്പര്യമുള്ളവരെ അപ്ലൈ ചെയ്യുക. കേരള PSC യുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള മറ്റ് PSC വീഡിയോസും അല്ലാതെയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. താങ്ക് യു സോ മച്ച്.